ഹലോ ഗൈസ്, നമ്മുടെ വൺ പീസിൻ്റെ പുതിയൊരു ചാപ്റ്റർ ഞാൻ സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്പോയിലേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മുടെ അടുത്തതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചാപ്റ്റർ നമ്മൾ വിചാരിക്കുന്നത് എത്രയോ OP ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇറങ്ങാൻ പോകുന്നത്. കാരണം ഈ ചാപ്റ്ററിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. കാരണം അത്രയും നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണം എന്നുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ കണ്ടൻസുകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ കവർ സ്റ്റോറിയിൽ നമ്മളെ എല്ലപ്പോഴും ഉള്ളതുപോലെ തന്നെ നമ്മുടെ വാനോയിലെ കവർ സ്റ്റോറി തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഉടൻ തന്നെ അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. Imu or Gangu unleashes a massive Congress Haki wave on Elbaf that knocks out some of giants and kids. നമുക്കറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഗംഗുയുടെ ബോഡി നമ്മുടെ ഇമു പൊസസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ ഇമു നമ്മുടെ എൽബാഫിൽ വലിയ രീതിക്കുള്ളൊരു കോൺഗ്രസ് ആക്കി അൺലീഷ് ചെയ്യുകയാണ്. ഈ കോൺഗ്രസ് ആക്കിൻ്റെ പവർ കൊണ്ട് ഒരുപാട് ജയൻസും അതുപോലെ തന്നെ കിഡ്സും നോക്കൗട്ട് ആവുകയാണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇമുയുടെ പവർ എന്ന് വെച്ചാൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും എത്രയോ വലുതാണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റൊന്നല്ല, നമ്മുടെ ഇമു തൻ്റെ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്തത് മറ്റൊരാളിലൂടെയാണ്. തൻ്റെ ബോഡിയല്ല യൂസ് ചെയ്തത്, വേറൊരാളുടെ ബോഡി യൂസ് ചെയ്താണ് നമ്മുടെ ഇമു തന്നെ കോൺഗ്രസ് ആക്കി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ എത്രയോ പവർഫുള്ളാണ് ഇമു. നമ്മൾ ഇമു സമയുടെ പവറിനെ കുറിച്ച് എന്തൊക്കെയാണോ വിചാരിച്ചിരുന്നത് അതിൽ എത്രയോ വലുതായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോറി ബോറി ആൻഡ് 2 giant parrots attack Imu or Gangu, but Imu or Gangu use a magic book to take out some knife and guns, and Imu Gangu stabs and shoots one of Bori's arm. തൊട്ടടുത്ത സീനിൽ തന്നെ നമ്മുടെ ഗംഗുവിനെ അല്ലെങ്കിൽ ഇമുവിനെ നമ്മുടെ ഡോറി ബോറിയും കൂടെ അറ്റാക്ക് ചെയ്യണം. ആ ടൈമിൽ നമ്മുടെ ഇമു എവിടെ നിന്നില്ലാതെ ഒരു മാജിക് ബുക്ക് എടുക്കുകയാണ്. ആദ്യമായിട്ടാണ് വൺ പീസിൽ ഒരു മാജിക് ബുക്കിനെ പറ്റി മെൻഷൻ ചെയ്തത്. ആ മാജിക് ബുക്കിൽ നിന്ന് ഇമു സമ ഒരു നൈഫും അതുപോലെ തന്നെ ഗൺസും എടുത്തിട്ട് നമ്മുടെ ബോറിയുടെ ഒരു കൈ മുറിച്ച് കളിയാണ്. കൈ മുറിച്ച് കളഞ്ഞിട്ടുണ്ടോ മുഴുവനായിട്ട് പോയിക്കോ എന്നറിയില്ല. അവിടെ എന്തായാലും കൈക്കിട്ടൊരു ഡാമേജ് കിട്ടുന്നുണ്ടാണ് ഇത് പറയുന്നത്. എന്തായാലും നമുക്ക് ചാപ്റ്റർ ഇറങ്ങിയാലേ മനസ്സിലാകും. സിൻസ് എൽബാഫ് ഹാസ് നോ കിങ്, ഇമു ഗംഗു says Dori Bori must be the new king. Imu or Gangu uses the technique called Devil Contract and transforms Dori and Bori into demons with great strength and immortality in exchange for a small of their lifespan. തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇമു പറയാണ്, നിങ്ങൾ എൽബാഫിൽ ഇപ്പോൾ കിങ് ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ഡോറിനെയും ബോറിനെയും നമ്മുടെ ഇമു അവിടുത്തെ കിങ് ആക്കുകയാണ്. കാരണം നമുക്കറിയാം, കിങ് ഹെറോൾഡിനെ നമ്മുടെ ലോക്കി കൊന്നിട്ടുണ്ട്. ഇമു നമ്മുടെ ഡോറിനെയും ബ്രോഗിനെയും കിങ് ആക്കുക മാത്രമല്ല ചെയ്തത്, അവരെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഡെവിൽസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഡീമണാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് അവരുടെ സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഇമ്മോർട്ടാലിറ്റി കൊടുക്കുകയും ചെയ്ത്. പക്ഷേങ്കിൽ അവരുടെ ലൈഫ് സ്പാമിൻ്റെ കുറച്ച് ഭാഗം അത് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ഇമ്മുടെ പവർ എത്രമാത്രം ബ്രോക്കൺ ആണെന്ന്. ഈ സംഭവം തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനോട് നമ്മുടെ ഇമ്മുന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുവരെ എന്തുകൊണ്ടായിരിക്കും ചെയ്യാതിരുന്നത്? ചിലപ്പോൾ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഇതിനുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈം ലിമിറ്റോ അല്ലെങ്കിൽ ഇത്ര അടുത്ത് നമ്മൾ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഇതിനുണ്ടായിരിക്കുക. അല്ലാതെ ഇമൂന് വേണമെങ്കിൽ നമ്മളെ ലൂഫിനെയോ അതുപോലെ തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ മാറ്റാമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ? ചാപ്റ്റർ എൻഡ്സ് വിത്ത് ഇമു ഓർ ഗംഗു കമാൻഡിങ് ദ ഡീമൺ ആർമി ദാറ്റ് ഹാവ് ജയൻസ് ഹൂ ട്രാൻസ്ഫോം ഇൻ ടു എ ജയൻറ്റ് ഡെവിൾസ് പ്ലസ് ഡ്രീം മോൺസ്റ്റേഴ്സ് ടു കിൽ ജോറാൽ. ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഇമു അല്ലെങ്കിൽ ഗംഗു നമ്മുടെ ജയൻറ്റ് ഡീമൺ ആർമിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം മോൺസ്റ്റേഴ്സിനോടും കമാൻഡ് ചെയ്യുകയാണ് നമ്മുടെ ജെറോളിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. അതുമാത്രമല്ല, ഈ ചാപ്റ്റർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡീമൺ ജയൻസിന് ഏകദേശം ഓവർസിൻ്റെ അത്ര വലിപ്പമുണ്ട്. അതിനോടൊപ്പം തന്നെ അവർക്ക് ഇമ്മോർട്ടാലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇവരോടൊക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം ഇവിടെ ഇപ്പോൾ ഓപ്പണൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. എക്സ്പെഷ്യലി നമ്മുടെ ഇമു പോലും നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ ഉണ്ട്. ഫിസിക്കലി പ്രസൻസ് അല്ലെങ്കിലും ഗംഗുയുടെ ബോഡിയിലൂടെ നമ്മുടെ ഇമു നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയതായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു സന്തോഷമായ വാർത്തയുണ്ട്, അടുത്ത ആഴ്ചയും ബ്രേക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുധനാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ നമ്മൾ ഇതുപോലത്തെ സ്പോയിലേഴ്സ് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ.